നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു പുതുവർഷം പിറക്കുകയാണ്. പുതിയ മാസം ജനുവരി മാസത്തെ മകയിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. മകയിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്നത് ഇടവത്തിലും ശേഷം 30 നാഴിക വരുന്നത് മകരക്കൂറിലുമാണ്. അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം 12-ൽ നിൽക്കുന്നതുകൊണ്ട് വീട് വിട്ടു നിന്ന് പ്രവൃത്തി എടുക്കുന്നവരെ സംബന്ധിച്ച് സാമ്പത്തികമായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ടെങ്കിൽ പോലും സ്വന്തം നാട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് പ്രവൃത്തി എടുക്കുന്നവർക്ക് ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണം കിട്ടാതെ ഇരിക്കുക, അനാവശ്യമായിട്ടുള്ള ചെലവ് വർദ്ധിക്കുക, ഇങ്ങനെ കുറച്ച് ദോഷങ്ങൾക്കൊക്കെ യോഗമാണ്. അത് കാരണം കൊണ്ട് മകര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയിൽ ജനിച്ചവർ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി, ദശാക്ഷരി ജപിക്കുക, ഇങ്ങനെയുള്ള പ്രാർത്ഥനയും മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ തടസ്സങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ മുന്നോട്ട് പോകുള്ളൂ. ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾക്ക്, അതായത് ധനം കളവ് പോവുകയോ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്യാനുള്ള യോഗമുള്ളൊരു മാസമാണ്. അപ്പോൾ അത് കാരണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെയാണ് 10ാം ഭാവാധിപതി ബലവാനായിട്ട് ശശമഹായോഗം ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും കണ്ടകശനീൻ്റെ ഒരു ദോഷം കൂടിയുള്ളത് കാരണം അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. കാരണം വിത്തക്ഷയം പ്രവാസം രോഗാഞ്ജനേന്തി മനോഭീതി വന്ന കണ്ടകശനിക്കാലത്ത് പ്രവാസം, വീട് വിട്ട് നിൽക്കാനിട വരിക, ധനനഷ്ടം ഉണ്ടാകുക, മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവപ്പെടുക. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ലഗ്നാൽ 7ാം ഭാവാധിപതി അഷ്ടമത്തിൽ ലഗ്നാധിപതിയോട് ചേർന്ന് നിൽക്കുന്നത് കാരണം കൊണ്ട് ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ അനുഭവിക്കുകയും നല്ലതെന്ന് ഉദ്ദേശിച്ച് സ്വയം ചെയ്യുന്ന കാര്യങ്ങൾ ദോഷമായി വരാനും എടുത്തുചാട്ടം കാരണം കൊണ്ട് വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടാനൊക്കെ യോഗമുള്ള സമയമായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും ആലോചിച്ചും ഓരോ കാര്യങ്ങൾ ചെയ്യുകയും അതേപോലെ തന്നെ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതെ ഇരിക്കുകയും ചെയ്യണം. പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ അപ്രീതി ഉണ്ടാകാനായിട്ട് യോഗമുള്ള ഒരു മാസം കൂടിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നിൽ പ്രായം കൂടിയിരിക്കുന്നവരോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ സൗമ്യമായിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് സംസാരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സുഹൃത്ത് വിരോധം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. അപ്പോൾ അത് കാരണം സുഹൃത്തുക്കളുമായിട്ടും അയൽക്കാരുമായിട്ടും ഒക്കെ നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമേ ഈ മാസത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ മകര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക് ഉണ്ടാവുകയുള്ളൂ. എന്നാൽ മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം സർവാഭിഷ്ടസ്ഥാനത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ഭാഗ്യാധിപതിയായിരിക്കുന്ന ശനി ഭാഗ്യസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനാണ്. അത് കാരണം കൊണ്ട് തന്നെ നല്ല ഭാഗ്യം അനുഭവിക്കാനും തൊഴിലിൽ നല്ല ഉയർച്ചയും ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന നേട്ടങ്ങളും അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങളും വരുമാനത്തിൽ വർധനവിനും യോഗമുള്ളൊരു മാസമാണ്. വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. കുടുംബസുഖം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ പ്രവർത്തിയെടുക്കുന്നവർക്ക് വളരെ അനുകൂലമാണ്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ള മാസമാണ്. പൂജാതി കർമ്മങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ സംബന്ധിച്ചും അനുകൂലമായിരിക്കുന്ന സമയമാണ്. എന്നാൽ പ്രിയകലഹോസ്തകത എന്ന് പറയുന്നൊരു യോഗമുണ്ട്. അതായത് 17-ാം തീയതിക്ക് ശേഷം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസം പോലെയുള്ള കാര്യങ്ങളുണ്ടാകും. എന്നാലും ലഗ്നാധിപതി 7ാം ഭാവാധിപതി ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം സ്വയം വേണമെന്ന് കരുതി മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും വിജയിക്കാനും അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനും യോഗമുണ്ട്. എന്നാൽ അഷ്ടമത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുന്നതാണ് ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ, പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ രോഗാവസ്ഥ കൊണ്ടുള്ള മാനസിക ടെൻഷൻ, ഇങ്ങനെയുള്ള കുറച്ച് പ്രതിസന്ധികൾക്ക് യോഗമുള്ളത് കാരണം കൊണ്ട് ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, കൂളമാല, പിൻവിളക്ക് മുതലായിട്ടുള്ള വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. ആത്മവിശ്വാസക്കുറവ് പോലുള്ള കാര്യങ്ങൾ വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് സ്വയം അതിനുവേണ്ടി പ്രാർത്ഥന അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കണം. അപ്പോൾ ലഗ്നാൽ ശത്രു സ്ഥാനാധിപതി 7ാം ഭാവത്തിൽ ബാധയിൽ നിൽക്കുന്ന കാരണം പ്രബലമായിരിക്കുന്ന ശത്രുദോഷത്തിൻ്റെ ദുരിതം അനുഭവിക്കാൻ യോഗമുള്ളത് കാരണമുണ്ട്. ശത്രുദോഷ പരിഹാരമായി കണ്ട് ഗണപതി ഹോമം നടത്താനും ദേവീക്ഷേത്രത്തിൽ ചെറിയ ഗുരുതി, രക്തപുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനുമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൽ നല്ല നേട്ടങ്ങളും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും. നല്ല ഭാഗ്യം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. 10ാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന കാരണം തൊഴിലിൻ്റെ കാര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രതിസന്ധികളോ ചെറിയ സ്ഥാനചലനം പോലെയുള്ള കാര്യങ്ങൾക്കോ യോഗമുണ്ട്. അത് കാരണം കൊണ്ട് നാഗപൂജ ചെയ്യുക, വീട് വിട്ട് നിൽക്കാനുള്ള യോഗമാണുള്ളത്. അത് കാരണം നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജയും കൂടി ചെയ്താൽ ഈ മാസം വളരെ ഗുണപ്രദമായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.